ഹലോ, വ്യത്യസ്ത തരം ബിയറിംഗുകളുടെ ഡിസ്മാന്റിലിംഗ്, അസംബ്ലിംഗ്, ഫംഗ്ഷനാലിറ്റി പരിശോധന എന്നിവയെക്കുറിച്ചുള്ള സെഷന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ സെക്ഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെക്ഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ഷാഫ്റ്റിൽ ഇന്റർഫേസ് ഫിറ്റുള്ള ബോൾ ബെയറിംഗുകൾ ഡിസ്മൗണ്ട് ചെയ്യുക. ഹൗസിംഗിൽ ഇന്റർഫേസ് ഫിറ്റുള്ള ബോൾ ബെയറിംഗുകൾ ഡിസ്മൗണ്ട് ചെയ്യുക. ബോൾ ബെയറിംഗ് മൗണ്ട് ചെയ്യുക. ബോൾ ബെയറിംഗുകൾ ഡിസ്മൗണ്ടും മൗണ്ടും ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും. ബോൾ ബെയറിംഗ്, ആർബർ പ്രസ്, ബെയറിംഗ് പുള്ളർ, കെറോസിൻ, ബാനിയൻ ക്ലോത്ത്, hammer, spanner, lubricating oil, soft bristle brush, vernier micrometer. ഷാഫ്റ്റിൽ ഇന്റർഫേസ് ഫിറ്റുള്ള ബോൾ ബെയറിംഗുകൾ ഡിസ്മൗണ്ട് ചെയ്യാൻ 3 രീതികളുണ്ട്. ആദ്യത്തെ രീതി ആർബർ പ്രസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിക്കുക എന്നതാണ്. തുടക്കത്തിൽ ആർബർ പ്രസ്സിൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രസ്സിൽ ഷാഫ്റ്റിനൊപ്പം ബെയറിംഗ് സ്ഥാപിക്കുക. ബെയറിംഗിന്റെ ഇന്നർ റിങ്ങിനെ പിന്തുണയ്ക്കുന്നതിന് തുല്യ വലുപ്പത്തിലുള്ള ഒരു റിങ്ങോ 2 പാരലൽ ബ്ലോക്കുകളോ സ്ഥാപിക്കുക. റാമിനും ഷാഫ്റ്റിനും ഇടയിൽ ഒരു ഡമ്മി ഇടുക. ബെയറിംഗിൽ നിന്ന് പുറത്തു വരാൻ ഷാഫ്റ്റ് മൃദുവായി പ്രസ് ചെയ്യുക. കേടുപാടുകൾ തടയാൻ എക്സ്ട്രാക്റ്റഡ് ഷാഫ്റ്റിനെ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ബെയറിംഗിൽ നേരിട്ട് ഹാമർ ബ്ലോസ് അപ്ലൈ ചെയ്യരുത്. ഷാഫ്റ്റിൽ ഇന്റർഫേസ് ഫിറ്റുള്ള ബോൾ ബെയറിംഗുകൾ ഡിസ്മൗണ്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ രീതി ബെയറിംഗ് പുള്ളർ ഉപയോഗിക്കുക എന്നതാണ്. ആദ്യം ഷാഫ്റ്റിന്റെ മധ്യ ഹോളിൽ ബെയറിംഗ് പുള്ളറിന്റെ സ്പിൻഡിൽ ഘടിപ്പിക്കുക. ബെയറിംഗിൽ ലഗുകൾ വയ്ക്കുക. പിന്നീട് സ്ട്രെയിൻ എടുക്കാൻ പുള്ളറിന്റെ തയ്യാറാക്കി പുള്ളറിന്റെ സ്പിൻഡിൽ ഒരു സ്പാനർ ഉപയോഗിച്ച് സാവധാനം ടൈറ്റൻ ചെയ്യുക. ബെയറിംഗ് വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ പുള്ളറിന്റെ ലെഗുകൾ ബെയറിംഗിന്റെ പുറം റിങ്ങുമായി ഇടപഴകാൻ പ്രവണത കാണിക്കുമ്പോൾ പുള്ളറിനൊപ്പം ഒരു കീപ്പർ പുള്ളർ പ്ലേറ്റ് ഉപയോഗിക്കാൻ ഓർമ്മിക്കുക. ചെറിയ ബെയറിംഗുകളുടെ കാര്യത്തിൽ ഒരു പുള്ളർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മൈൽഡ് ഹാമർ ബ്ലോസ് ഉപയോഗിക്കുന്ന മെറ്റാലിക് സ്ലീവ് ഉപയോഗിച്ചോ ഇത് എളുപ്പത്തിൽ നീക്കം ചെയ്യാം. ചെറുതും ഇടത്തരം സൈസുമുള്ള ബെയറിംഗുകൾ ഡിസ്മൗണ്ട് ചെയ്യാൻ ലോക്ക് നട്ട് അല്ലെങ്കിൽ ഇന്നർ റിങ്ങിനെ ബട്ടിംഗ് ചെയ്യുന്നതിലൂടെ ഹാമറും സ്ലീവും ഉപയോഗിക്കുക. നട്ടിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഇന്നർ റിങ്ങിന് നേരെ സ്ലീവ് വയ്ക്കുക. തുടർന്ന് ഡിസ്മൗണ്ടിങ്ങിനായി ഹാമർ ബ്ലോസ് ഉപയോഗിക്കുക. ബ്രാക്കറ്റുള്ള ഒരു പ്രത്യേകതരം പുള്ളറും ബെയറിംഗ് ഡിസ്മൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കാം.
ബിയറിംഗിന്റെ ഇന്നർ റിംഗിൽ പുള്ളിംഗ് ഫോഴ്സ് പ്രയോഗിക്കാൻ ഈ രീതി ഉപയോഗിക്കുന്നു. അടുത്തതായി ഹൗസിംഗ് ബോറിൽ ഇന്റർഫേസ് ഫിറ്റുള്ള ബോൾ ബിയറിംഗുകൾ ഡിസ്മൗണ്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സ്ലീവ് ഡ്രിഫ്റ്റ് എന്നിവ ഉപയോഗിച്ചും ബോൾ ബിയറിംഗുകൾ ഡിസ്മൗണ്ടഡ് ചെയ്യാം. ഒരു സ്ലീവ് ഉപയോഗിച്ച് ഡിസ്മൗണ്ട് ചെയ്യാനായി 2 വുഡൻ ബ്ലോക്കുകളിൽ വീൽ വയ്ക്കുകയും ബിയറിംഗിന്റെ ഫേസിൽ അനുയോജ്യമായ സ്ലീവ് ഘടിപ്പിക്കുകയും ചെയ്യുക. തുടർന്ന് ബിയറിംഗ് ഡ്രൈവ് ചെയ്യാൻ സ്ലീവിൽ സമ്മർദ്ദം ചെലുത്തുക. ഷോൾഡർ ഇല്ലാത്ത ഒരു ഹൗസിംഗിന് ഇത്തരത്തിലുള്ള ഡിസ്മൗണ്ടിംഗ് നടത്താം. ബിയറിംഗുകൾക്കിടയിൽ ഷോൾഡറുള്ള ഹൗസിംഗിനായി ബിയറിംഗിനെ ഡ്രൈവ് ഔട്ട് ചെയ്യാനായി ഒരു സോഫ്റ്റ് മെറ്റൽ ഡ്രിഫ്റ്റ് ഉപയോഗിച്ച് വ്യത്യസ്ത പൊസിഷനിൽ സ്ട്രൈക്ക് ചെയ്യുക. ബിയറിംഗുകൾ ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന് അനുയോജ്യമായ ഒരു പുള്ളറും ഉപയോഗിക്കാം. സെൽഫ് അലൈനിങ് ബോൾ ബിയറിംഗുകൾ ഡിസ്മൗണ്ട് ചെയ്യാൻ പുള്ളറുടെ ലെഗുകൾ ഔട്ടർ റേസിൽ ഘടിപ്പിച്ച് ഇന്നർ റേസ് സ്വേവിൽ ചെയ്യുക. ബെയറിംഗുകൾ എക്സ്ട്രാക്ട് ചെയ്യാനായി സ്ക്രൂ ചെയ്ത സ്പിൻഡിൽ മുറുക്കുക. ബെയറിംഗുകൾ ഡിസ്മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കെറോസിൻ അല്ലെങ്കിൽ നാഫ്ത ഉപയോഗിച്ച് സോഫ്റ്റ് ബ്രിസ്റ്റിൽ ബ്രഷ് കൊണ്ട് വൃത്തിയാക്കുക. അതിനുശേഷം ബാനിയൻ തുണി ഉപയോഗിച്ച് ബെയറിംഗുകൾ തുടയ്ക്കുക. ബെയറിംഗുകൾ വൃത്തിയാക്കാനോ തുടയ്ക്കാനോ കോട്ടൺ വേസ്റ്റ് ഉപയോഗിക്കരുത്. തുടച്ചതിന് ശേഷം കൊറോഷൻ സംഭവിച്ചിട്ടുണ്ടോ, അതുപോലെ കേജ്, റേസ് വേസ്, റോളിംഗ് എലിമെന്റ്സ്, ഇന്നർ ആൻഡ് ഔട്ടർ റേസസ് എന്നിവയിൽ ഏതെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തുക. പിന്നെ സൗമ്യമായി ബെയറിംഗിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുക. കൂടാതെ കൈവിരകൾക്കിടയിലൂടെ ബെയറിംഗിന്റെ സുഗമമായ റൊട്ടേഷൻ പരിശോധിക്കാനായി ഡിസ്ട്രാക്ഷൻ ഇല്ലാതെയും ശബ്ദമില്ലാതെയും സൗമ്യമായി റൊട്ടേറ്റ് ചെയ്യുക. എന്തെങ്കിലും സീൽ ഉണ്ടെങ്കിൽ അത് മാറ്റുക. ബോൾ ബെയറിംഗുകൾ മൗണ്ട് ചെയ്യാൻ ആവശ്യമായ ഇന്റർഫേസിൽ ഫിറ്റ് പരിശോധിക്കാൻ ഷാഫ്റ്റ് ഡയാമീറ്റർ വൃത്തിയാക്കി മെഷർ ചെയ്യുക. ഷാഫ്റ്റ് ഡയാമീറ്റർ അളക്കാൻ ഷാഫ്റ്റ് ഫിറ്റിനായി ഒരു വെർനിയർ മൈക്രോമീറ്ററും ഹൗസിംഗ് ഫിറ്റിനായി വെർനിയർ ഇൻസൈഡ് മൈക്രോമീറ്ററും ഉപയോഗിക്കുക. പിന്നെ മൗണ്ടിങ്ങിനായി ഷാഫ്റ്റ് വൃത്തിയാക്കുക. ബെയറിംഗിന്റെ ഇന്നർ റിംഗിൽ ശരിയായ വലിപ്പത്തിലുള്ള സ്ലീവ് വയ്ക്കുക. കോമൺ ഹാമർ ഉപയോഗിച്ച് ഹാമർ ബ്ലോസ് ചെയ്യുക. മെറ്റാലിക്കൽ ശബ്ദം കേൾക്കുന്നത് വരെ ബെയറിംഗിൽ പതുക്കെ ഡ്രൈവ് ഇൻ ചെയ്യുക. ഔട്ടർ റിംഗിൽ ഇരിക്കാൻ അനുയോജ്യമായ സ്ലീവ് തിരഞ്ഞെടുത്ത് ഹൗസിംഗ് ഫിറ്റിലും ഇതേ പ്രക്രിയ പാലിക്കണം. സാധ്യമാകുന്നിടത്തെല്ലാം ഒരു ആർബർ പ്രസ് ഉപയോഗിക്കുക. കാരണം ചെറിയ ബെയറിംഗുകൾ ഇടയ്ക്കിടെ മൗണ്ട് ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ചും അനുയോജ്യമാണ്. തുടർന്ന് ഷാഫ്റ്റ് ലൂബ്രിക്കേറ്റ് ചെയ്യുക. ബെയറിംഗിന് ഇടയിൽ മൗണ്ടിംഗ് സ്ലീവ് സ്ഥാപിച്ച് ഇന്റർഫെറൻസ് ഫിറ്റ് ഉപയോഗിച്ച് റിംഗിന്റെ മുകളിൽ പ്രസ് റെസ്റ്റിംഗ് ചെയ്യുക. അവസാനമായി പ്രസ് ഉപയോഗിച്ച് ബലം പ്രയോഗിച്ചുകൊണ്ട് ഷാഫ്റ്റിലേക്ക് ബെയറിംഗിൽ ഡ്രൈവ് ഇൻ ചെയ്യുക.
ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. പുള്ളർ, ആർമർ പ്രസ് അല്ലെങ്കിൽ സ്ലീവ്, ഹാമർ എന്നിവ ഉപയോഗിച്ച് ഷാഫ്റ്റിന്റെ ഇന്റർഫറൻസ് ഫിറ്റിലുള്ള ബോൾ ബിയറിംഗുകൾ ഡിസ്മൗണ്ട് ചെയ്യുക. കെറോസിൻ അല്ലെങ്കിൽ നാഫ്ത ഉപയോഗിച്ച് സോഫ്റ്റ് ബ്രിസിൽ ബ്രഷ് കൊണ്ട് ഡിസ്മൗണ്ട് ബിയറിംഗുകൾ വൃത്തിയാക്കുക. ബിയറിംഗ് ലൂബ്രിക്കേറ്റ് ചെയ്ത് മെറ്റൽ ശബ്ദം കേൾക്കുന്നത് വരെ ബിയറിംഗ് ഡ്രൈവിംഗ് ചെയ്യുക. പ്രസ് ഉപയോഗിച്ച് ബലം പ്രയോഗിച്ചുകൊണ്ട് ഷാഫ്റ്റിലേക്ക് ബിയറിംഗിലെ ഡ്രൈവിംഗ് ചെയ്യുക. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. വ്യത്യസ്ത തരം ബിയറിംഗുകളുടെ ഡിസ്മാന്റിലിംഗ്, അസംബ്ലിംഗ്, ഫംഗ്ഷനാലിറ്റി പരിശോധന എന്നിവയെ കുറിച്ചുള്ള സെഷന്റെ രണ്ടാം ഭാഗത്തെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.